ഹലോ, നമസ്കാരം. നമുക്കിവിടെ ഒരു ഇന്നർ ക്യാപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടി ഞാൻ 23 ഇഞ്ച് ഒരു സൈഡിലും 20 ഇഞ്ച് നമ്മുടെ നെറ്റിയുടെ സൈഡിലും വരുന്ന രീതിയിൽ ഒരു അക്കോബയുടെ തുണിയാണ് എടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് വീതം ആയാലും മതി കേട്ടോ. 20 അവരവരുടെ നമുക്ക് ഒന്ന് വെച്ച് നോക്കുക. നമ്മുടെ ചെവിയുടെ താഴെ വരെ വരുന്ന ആ ഒരളവ്, അതിൻ്റെ കൂടെ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 18 ഇഞ്ചോ അല്ലെങ്കിൽ 19 ഇഞ്ചോ ഓരോരുത്തർക്കും വേറെ വേറെ അളവായിരിക്കും നെറ്റിയുടെ അളവ്. അപ്പോൾ ഒരേ അളവായിരിക്കില്ല. നെറ്റിയും ബാക്കിലേക്ക് റൗണ്ട് ചെയ്ത് നമ്മുടെ തലയിൽ കവർ ചെയ്ത് ഇരിക്കുന്ന ക്യാപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ബാക്കിൽ ഓപ്പൺ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ക്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഫുൾ അലാസ്റ്റിക് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ മോൾ ഭാഗത്ത് ഏകദേശം ഒരു 8 ഇഞ്ച് മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് അലാസ്റ്റിക്കാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. പിന്നെ ആ ഒരു കെർവായിട്ട് വരച്ചിട്ടില്ലേ രണ്ടറ്റവും, അവിടെ 2 ഇഞ്ച് മാറ്റി നമ്മൾ ഒന്ന് കെർവായിട്ട് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒറ്റ തുണിയിലാണ് ചെയ്യണത്. 2 പീസായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ തുണി ഇരിക്കുന്നതെങ്കിലും ഏകദേശം ഒരു 10-12 ഇഞ്ച് വീതമുള്ള 2 തുണി ആയാലും മതി. അങ്ങനെയാണെങ്കിലും നമുക്കത് ആ മുകളിൽ നിന്ന് മുതലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തുണി 12 ഇഞ്ച് വീതമുള്ള 2 സ്ക്വയർ ആയിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ തുണി 2 തുണിയാണെങ്കിൽ ഇതുപോലെ അവിടെ നമ്മൾ ഇപ്പം നിവർത്തിയിട്ടില്ലേ ആ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുക. അപ്പോൾ റൗണ്ടിൽ വരും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് റൗണ്ടിൽ തന്നെ വരും കേട്ടോ. കുറച്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ചോളം മാറ്റി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ മുകളിൽ നിന്ന് മുതൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും വയ്ക്കാനുള്ള ആ ഒരു കെട്ടാനുള്ള ഒരു പീസ് 2 തുണി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് 3 ഇഞ്ചും ബാക്കിയുള്ള നമ്മൾ അറ്റത്തേക്ക് വരുമ്പോൾ 2 ഇഞ്ചും ആ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യാം. ഞാൻ മുകളിൽ നിന്ന് തൊട്ട് തയ്ച്ച് തുടങ്ങുന്നില്ല. അത് നമ്മൾ പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രം കേട്ടോ തയ്ച്ച് പിടിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്താലും കറക്റ്റ് റൗണ്ടിൽ വരും. കണ്ടില്ലേ? അപ്പം നല്ല തുണിയാണ് കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് തയ്ക്കാൻ, പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കോട്ടനാണ്, ജോർജറ്റ് തുണിയൊന്നും അല്ല കേട്ടോ. നല്ല കോട്ടൺ, നല്ല സുഖമുള്ള തുണിയാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 സൈഡിലും പിടിപ്പിക്കാനുള്ള ആ പീസ് 4 അറ്റവും തയ്ച്ചു കൊടുക്കാം. 4 അറ്റവും കറക്റ്റായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ആ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ചെവിയുടെ ആ ഭാഗം ഒരു 3 ഇഞ്ച് വീതി കൂട്ടണമെന്ന് പറഞ്ഞില്ലേ, അവിടെ ആ ചെവിയുടെ ഭാഗം കവർ ചെയ്ത് താഴോട്ട് നമ്മുടെ ആ ചെവിയുടെ സൈഡിലുള്ള മുടിയെല്ലാം ഉള്ളിലേക്കായിട്ട് നമുക്ക് വലിച്ച് കെട്ടുമ്പോൾ അതൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് താഴെ അലാസ്റ്റിക് മാത്രം വെക്കണമെങ്കിൽ അലാസ്റ്റിക് മാത്രം വെച്ച് വേണേലും അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്താ തുണി ഇങ്ങനെ കെട്ടി വെക്കണം എന്ന ഈ ഒരു ഇതുപോലെ 2 ഇത് പിടിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് കെട്ടി വെക്കുകയാണെങ്കിൽ അതങ്ങനെ അവിടെ ഇരുന്നോളും. കോട്ടൻ്റെ തുണി വെച്ച് തയ്ക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ മറ്റേ ലൈക്രയുടെ തുണിയൊക്കെ ഉണ്ട്, നമ്മുടെ ഇങ്ങനെ വലിഞ്ഞിട്ടുള്ള തുണിയുണ്ട്. ആ തുണിയിലും കുറച്ചുകൂടി നല്ലത് കോട്ടനാണ്. നമുക്ക് കുറച്ച് ഒരു 3-4 ഇഞ്ച് കൂടുതൽ തുണി 4 തുണി എടുത്താൽ മതി. തുണി കൂടുതൽ ആയിട്ടിരിക്കുമ്പോൾ തലമുടി മൊത്തം കവർ ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് കവർ ചെയ്തിരിക്കണം മുടി, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. ബാക്കിൽ ഒട്ടും മുടി കാണാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡലിൽ തയ്ക്കുന്നത്. അലാസ്റ്റിക് ഒരുമിച്ച് തന്നെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത്. അലാസ്റ്റിക്കും തുണിയൂടി കൂട്ടി വെച്ചിട്ട് എൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അത് കവർ ചെയ്തിരുന്നോളും. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ തുണി മടക്കി വെച്ചതിന് ശേഷം സേഫ്റ്റി പിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു അലാസ്റ്റിക് കെട്ടി കൊടുത്ത് ടൈറ്റ് ചെയ്ത് 2 അറ്റം തയ്ച്ചെടുക്കുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ പല കടകളിൽ നിന്നും ഒരുപാട് കടകളിൽ കയറി കുറച്ച് വീതിയും നീളമൊക്കെ കൂടി ഇതുപോലെ കവർ ചെയ്തിരിക്കുന്ന ഇത് അന്വേഷിച്ച് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം നമുക്ക് തയ്ക്കാമെന്ന് കരുതി അങ്ങനെ തയ്ച്ച് നോക്കിയതാണ്. പല മോഡലിൽ ഇത് തയ്ച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്പിൻ്റെ തയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഇതുകൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അക്കോബയുടെ തുണി ആയതുകൊണ്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അത് ഷോളൊക്കെ ചുറ്റുമ്പോൾ കുറച്ച് കണ്ടാലും ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി കുറച്ച് ഭാഗമൊക്കെ കാണാൻ സാധ്യത. നമ്മൾ ഷോള് ചുറ്റുന്ന സമയത്തുള്ള പോലെയല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഷോളൊക്കെ ഒന്ന് മാറി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒന്നും മുടി കാണാതെ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. നമ്മൾ ആ സൈഡിൽ ജോയിൻ ചെയ്ത് അതൊന്ന് പതിച്ചടിച്ച് കൊടുത്താൽ അവിടെ ഇങ്ങനെ ഒരു പിടുത്തം വരില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ചെവി ഇതായിരിക്കും ചെവിയുടെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു ക്യാപ്പ് കൂടി കാണിച്ചു തരാം കേട്ടോ. അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി നമുക്കപ്പം അറിയാൻ പറ്റും. ശരിക്കും ബാക്ക് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മളിത് കെട്ടിക്കഴിഞ്ഞാലും ഇരിക്കും. നമ്മുടെ തലയുടെ ഷേപ്പ് അങ്ങനെയല്ലേ, നമ്മൾ എത്ര ടൈറ്റാക്കി ഒരു പരിധി വരെയല്ലേ നമുക്ക് ടൈറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ക്യാപ്പ് ഇടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ക്യാപ്പ് ഊരി പോവാറുണ്ട്. ഒത്തിരി ടൈറ്റായിട്ട് കെട്ടാൻ എനിക്ക് പറ്റാറുമില്ല. കാരണം തലയൊക്കെ അങ്ങനെ ടൈറ്റാക്കി കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടുമ്പോൾ ക്യാപ്പ് ഊരിപ്പോരും. ഷോളിൻ്റെ അടിയിൽ ക്യാപ്പ് ലൂസായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഷോളിൻ്റെ ആ ഒരു ടൈറ്റായിട്ട് നമ്മൾ ഷോള് ചുറ്റുന്ന ഇത് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ എൻ്റെ കയ്യിലിരുന്ന പഴയ ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് കേട്ടോ അത്. അപ്പോൾ അതിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ തമ്പനയിലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇട്ടിട്ടുള്ള ഒരിത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. തുണിയും വളരെ കുറച്ച് മതി, ഒരു 18 ഇഞ്ചോളം മതി. ഞാനിവിടെ ഒരു 22 ഇഞ്ചോളം